കേരളത്തിലെ ഒരു മീഡിയ ഓവർ ഡ്രൈവ്, ഇപ്പം ടെലിവിഷൻ ആണെങ്കിലും പ്രിന്റ് മീഡിയയിലായാലും സോഷ്യൽ മീഡിയയിലായാലും നടക്കുന്നുണ്ട്. അത് വളരെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ബിറ്ററായിട്ടാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിടത്തോളം ടെലിവിഷനിലെ അത്രയും ബിറ്റർനെസ് ഇല്ല, പക്ഷേ അതിൻ്റെ ഓവറലി ഒത്തിരി കുറച്ചൊക്കെ ഉണ്ട്. പ്രിന്റ് മീഡിയയിൽ എനിക്ക് ഡൽഹിയിൽ മനോരമ മാത്രമേ കിട്ടുന്നുള്ളൂ, ബാക്കിയുള്ള ഓൺലൈനിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതാണ്. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് മീഡിയ എങ്ങനെയാണ് ഇത് മീഡിയയുടെ ഒരു ഉത്സവം തന്നെയാണ്. കാരണം വെച്ചാൽ ആൾക്കാർ എല്ലാവരും ആരൊക്കെ എന്തൊക്കെ പറയുന്നു നോക്കുന്നു. പല ന്യൂസ് പേപ്പറിനും ടെലിവിഷനും ഏറ്റവും കൂടുതൽ TRPകൾ ഉണ്ടാക്കുന്നതൊക്കെ ഈ സമയത്താണ്. അപ്പോൾ ആ മീഡിയയുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് എന്താണത്? നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ എന്നുള്ള ബിറ്റർനെസ് ഉള്ള കാര്യം സംശയമില്ല. സോഷ്യൽ മീഡിയ നമ്മുടെ ഈ പാർട്ടി അനുഭാവികളും എല്ലാവരും ബഹളം വയ്ക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു ബഹളത്തിൻ്റെ അന്തരീക്ഷം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ വാഗ്വാദങ്ങളും ഭോഗവിളികളും പരസ്പരം അധിക്ഷേപിക്കലും അതേസമയങ്ങളിൽ പല ശരിയായ വിശകലനങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ പല ആൾക്കാർ വ്യക്തിപരമായിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ട് വിശകലനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതൊരു വലിയ മിശ്രണമാണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ അതൊരു ഇൻഡിക്കേറ്റർ എടുക്കുക അതിൻ്റെ കാര്യം നമുക്കൊരു എന്താണ് പറയുക അതിൻ്റെ അകത്ത്. പക്ഷേ സോഷ്യൽ മീഡിയ എല്ലാ സ്ഥലത്തും ഒരു വലിയ സ്ഫോടനകരമായ രീതിയിലാണ് ഇതിന് കാണുന്നത്. അപ്പോൾ അതാണ് ടെലിവിഷൻ ദൃശ്യമാധ്യമം സംബന്ധിച്ചിടത്തോളം. ദൃശ്യമാധ്യമം ഞാൻ സോഷ്യൽ മീഡിയയെക്കുറിച്ചൊരു കാര്യം കൂടി പറയാം. സോഷ്യൽ മീഡിയയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സോഷ്യൽ മീഡിയ പ്രത്യക്ഷത്തിൽ കാണുന്ന സോഷ്യൽ മീഡിയയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും. ഈ വാട്സാപ്പ് നമ്മൾ പ്രത്യക്ഷത്തിൽ എല്ലാവരും കാണുന്നില്ല. എന്നാൽ വിദ്വേഷ ക്യാമ്പയിൻ നടക്കുന്ന ഒരു മാധ്യമമാണ് വാട്സാപ്പ്. അത് നമ്മൾ ആലോചിക്കും. കാരണം കേരളത്തിൽ ഞാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പേരൊന്നും പറഞ്ഞു, പക്ഷെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി വാട്സാപ്പ് മാധ്യമം തെരഞ്ഞെടുപ്പ് അവർ പണ്ടേ ചെയ്യുന്നതാണ്. തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് ഇത് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ പല ആൾക്കാരും കാണുന്നുണ്ടോ ശ്രദ്ധിക്കണോ എനിക്കറിയില്ല. അതൊന്നും ഒട്ടും തന്നെ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ആരോഗ്യത്തിനും കേരളത്തിൻ്റെ നമ്മൾ നിലനിൽക്കുന്ന സാമൂഹ്യ ജീവിതത്തിനും ഒട്ടുമേ ഗുണമല്ലാത്ത രീതിയിലുള്ള ക്യാമ്പയിനുകൾ, വ്യക്തി വിദ്വേഷങ്ങൾ, ടാർഗറ്റഡ് ആയ ക്യാമ്പയിൻ നേതാക്കളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും ഒക്കെ അത് നടക്കുന്നുണ്ട്. ഇത് പൊതുശ്രദ്ധയിൽ വന്നിട്ടും എനിക്കറിയില്ല, പക്ഷേ നടക്കുന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അത് അപകടം തന്നെയാണ്. അതിനെ ഒരു കരുതലും ജാഗ്രതയും നമ്മുടെ കേരള സമൂഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുലർത്തേണ്ടതാണ്. കാര്യം ഇത് ചെയ്യാൻ തയ്യാറായി ഇറങ്ങിയ ഒരു വിഭാഗമുണ്ട്. വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഏത് അവസരം കിട്ടും ആ അവസരം ഉപയോഗിക്കാനായിട്ട്. അത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. ഇത് യൂട്യൂബിലും കാണാം. യൂട്യൂബിലും ഇതേ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ കാണാൻ പറ്റും. ഒരു തരത്തിലുള്ള ഒരു ന്യായീകരണമല്ലാത്ത അന്യായമായിട്ടുള്ള വികാരങ്ങൾ ഇളക്കി വിടുന്ന പരിപാടി ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ടെലിവിഷൻ ചാനലിൽ ഈ ആഘോഷം നടപടി ടെലിവിഷൻ ചാനൽ ഈ ഒരു തരം വർഗീയ വിദ്വേഷം ടെലിവിഷൻ ചാനൽ ചെയ്യുന്നു എനിക്ക് പറയാം. നമുക്ക് പറഞ്ഞാൽ ശരിയല്ല. കാര്യം കേരളത്തിലെ മിക്കവാറും 1-2 ചാനൽ ഒഴിച്ചാൽ അല്ലെങ്കിൽ ഒരു ചാനൽ ഒഴിച്ചാൽ എല്ലാ ചാനലും വളരെ മതേതരത്വത്തിൻ്റെയും ഭരണഘടനാപരമായ പ്രതിബദ്ധതയൊക്കെ നിലനിർത്തുന്ന ചാനലാണ്. അത് നമുക്ക് കുറ്റം പറയാം. ആ കാര്യങ്ങൾ അവർക്ക് ഒരു ചാനലിനെയും പ്രത്യേകിച്ചായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നതായിട്ട് തോന്നുന്നില്ല. അപൂർവ ചില അവസരങ്ങളിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടാവാം. പക്ഷേ പ്രഖ്യാപിതമായ രീതിയിൽ അവരൊരു പക്ഷെ അതേസമയം രാഷ്ട്രീയ പക്ഷപാതങ്ങൾ, ഈ രാഷ്ട്രീയത്തെ ആഘോഷിക്കൽ, ചെറിയ വാർത്തകൾ ആഘോഷിക്കൽ, അതുണ്ടാക്കുന്ന അതുകൊണ്ടുള്ള അവരുടെ ഒരു റേറ്റിംഗ് ഉയർത്താനുള്ള ഒരു കാര്യം, ആഘോഷങ്ങൾക്കും പരസ്പരം സംഘർഷങ്ങൾക്കെല്ലാം റേറ്റിംഗ് ഉയർത്താൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ചാനൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു വിമർശനം പൊതുവിൽ വന്നത് വ്യാജ വാർത്ത കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ആ വാർത്ത വന്നത് കെ സുധാകരൻ്റെ ഈ തെരഞ്ഞെടുപ്പ് മത്സരവുമായി ബന്ധപ്പെട്ട് ആ ദിവസം ഉണ്ടായ വാർത്തയിൽ അടിക്കടി വാർത്ത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കെ സുധാകരൻ രാജിവെച്ച് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല. സുധാകരന് ബന്ധപ്പെട്ട ആൾക്കാർ ആരും തന്നെ ആ വാർത്ത കൊടുത്തിട്ടില്ല എന്നുള്ളത്. പിന്നെ ഏത് സോഴ്സിൽ നിന്നാണ് ചില ചാനലുകൾ ഈ വാർത്ത കൊടുത്തതെന്നുള്ള കാര്യം ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്നു. അപ്പോൾ എന്തുദ്ദേശം അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും തന്നെ അത് സമൂഹത്തിനല്ല, ഈ വാർത്താ സംസ്കാരത്തിനും ഈ വാർത്തയുടെ ഭാവിക്ക് തന്നെ, അതായത് ശരിക്കും സ്വന്തം കടക്കൽ കത്തിവെക്കുകയും ചെയ്യുന്നവർ നാളെ ഈ വാർത്തകളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പ്രേക്ഷകരില്ലാതായി മാറും. ആര് കാണും? അതുകൊണ്ട് സ്വന്തം കടക്കൽ കത്തിവെക്കുന്ന കാര്യം ഈ ആഘോഷത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയാം, എന്തും നുണയും പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് സെൻസേഷനലൈസ് ചെയ്യാം, ചില വിദ്യകളുടെ കടത്തിവിടാം എന്ന് പറയുന്നത് താൽക്കാലികമായ ആൾക്കാരുടെ വ്യൂവർഷിപ്പ് ഉണ്ടായാലും ദീർഘകാലത്തേക്ക് ആ ചാനലിലും ഏത് ചാനലാണോ ചെയ്യുന്നത് ആ വാർത്തയെ നശിപ്പിക്കുകയാണ്, വാർത്തയെ കൊല്ലുകയാണ് ചെയ്യുന്നത്. വാർത്തയെ കൊല്ലുന്നതോടെ അതിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പന്നമായ വാർത്ത, അതിൻ്റെ ഒരു വ്യവസായത്തിന് ഏറ്റവും വലിയ ഉൽപ്പന്നമാണ് വാർത്ത. ഉൽപ്പന്നം തന്നെ കൊന്നാൽ പിന്നെ വ്യവസായം നിൽക്കില്ല. അതുകൊണ്ട് നാളെ ആ വ്യവസായം തന്നെ ബാധിക്കും. അതുകൊണ്ട് ഇത് മാധ്യമങ്ങൾ വളരെ ജാഗ്രത പുലർത്തുകയാണ്. ഈ നുണപ്രചാരം അല്ലെങ്കിൽ
അത് പ്രത്യക്ഷം നുണയായിരിക്കില്ല. കാര്യം ഒരു അന്തരീക്ഷത്തിനനുസരിച്ച് കുറേ വാർത്തകൾ അടിച്ചുവിടുക. അത് ചിലപ്പോൾ നുണ പറയാനുള്ള ഉദ്ദേശം നുണ പറയാനുള്ള ഉദ്ദേശം കൊണ്ടും ചെയ്തുപോലും ആവണമെന്നില്ല. നുണ പറയാനുള്ള ഉദ്ദേശം കാരണം ആ സമയത്ത് ഒരു തരത്തിൽ വണ്ണാപ്പാൻഷിപ്പ് മാത്രമാണ് ചാനലുകളുടെ അല്ലേ? അതെ സാർ, അതാണ്. അതൊരു ആ വണ്ണാപ്പാൻഷിപ്പിന്റെ ഭാഗമായിട്ടൊന്ന് ഗോളടിക്ക് പരമാവധി ഇവിടെ ശ്രദ്ധ കൊണ്ടുവരിക, ആൾക്കാരെ ആകർഷിക്കുക, വ്യൂവേഴ്സ് നടത്തി കൊണ്ടുവേണ്ടി വാർത്തകൾ അപ്പം ബ്രേക്ക് ചെയ്ത് വിടുക. അങ്ങനെ ആ ബ്രേക്കിംഗ് ന്യൂസ് ഉള്ളത് നുണ പറയാൻ ഉദ്ദേശത്തിലായിരിക്കില്ല, പക്ഷെ ആൾക്കാരെ കൂട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അടിച്ചു വിടുക എന്നുള്ള രീതിയിൽ പൂരിപ്പിക്കുന്നത് അത് വാർത്താ സംസ്കാരത്തെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അത് തിരുത്തപ്പെടേണ്ടതാണ്. അതെല്ലാ മാധ്യമങ്ങളും പുറത്തേണ്ടതാണ്. പ്രിന്റ് മീഡിയ അതിന്റെ സാംസ്കാരികമായിട്ടുള്ള മനക്കറിയാം. മനോരമ പോയി വായിക്കുകയാണെങ്കിൽ ഞാൻ ദിവസം വായിക്കുന്ന പത്രങ്ങളൊക്കെയാണ് മനോരമ. അത് കാലങ്ങളായി നിലനിർത്തുന്ന അതിന് വലിയ മാറ്റം മനോരമ വരുത്തിയിട്ടില്ല. മനോരമയുടെ ഇലക്ഷൻ സമയത്ത് മനോരമ നിലപാട് മനോരമ ആവർത്തിക്കുന്നുണ്ട്. അത് അതേസമയം അതിൻ്റെ പ്രിന്റ് മീഡിയക്ക് എല്ലാ കാലത്തും പ്രിന്റ് മീഡിയ പ്രവർത്തിക്കുന്ന ഒരു സോബർ നിലപാടും അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഈ എന്താ പറയുക, വലിയ തോതിൽ വ്യാജങ്ങൾ പ്രചരിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ പ്രിന്റ് മീഡിയ മാറി നിൽക്കുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു പിന്നെ പ്രിന്റ് മീഡിയയെ സംബന്ധിച്ചോളം വിശകലനമാണ് അവരെ പ്രധാനപ്പെട്ട അവർക്ക് അവരൊരു ഇതായിട്ട് കാണുന്നത്. കാരണം അല്ലെങ്കിൽ എനി എക്സ്ക്ലൂസീവ്സ്, കാരണം തലേദിവസം രാത്രി വരെ ദൃശ്യമാധ്യമം പുറത്തുവിട്ട വാർത്ത പിറ്റേ ദിവസം അവർ അടിക്കുമ്പോൾ അത് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞ വാർത്ത. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിശകലനാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ എക്സ്ക്ലൂസീവ്. അപ്പോൾ അങ്ങനെ ചില എക്സ്ക്ലൂസീവ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ പക്ഷേ ഈ പ്രിന്റ് മീഡിയയുടെ ഏറ്റവും രസമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലോക്കൽ പേജുകളാണ്. കാരണം അത് നമുക്ക് ഇപ്പോൾ കോഴിക്കോട് ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടുമായി ബന്ധപ്പെട്ട മണ്ഡലങ്ങളിലെ വാർത്തകൾ, ഇപ്പോൾ മനോരമ എടുത്താലും മാതൃഭൂമി എടുത്താലും മാധ്യമം എടുത്താലും ഒക്കെ നമുക്ക് ആ ലോക്കൽ പേജിൽ വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എന്താണ് പേരാമ്പ്രയുടെ മത്സരത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും, അവിടെ എങ്ങനെയാണ് കാര്യം നടക്കുന്നത്, ഇപ്പോൾ ഫാത്തിമ തഹ്ലി എങ്ങനെ പ്രതികരിച്ചു, അതുപോലെ തന്നെ ഇവിടെ TP രാമകൃഷ്ണൻ എങ്ങനെ പ്രതികരിച്ചു ഓരോ വിഷയത്തോട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ പേജിൽ വരും. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ടെലിവിഷൻ ചാനലിൽ കിട്ടില്ല. അതൊരിക്കലും ടെലിവിഷൻ ചാനലിൽ കിട്ടുന്ന കാര്യമില്ല. അതും ഈ അച്ചടി മാധ്യമത്തില്ല. അപ്പോൾ അച്ചടി മാധ്യമം ആ മേഖലയിൽ വലിയ നന്നായി ഫോക്കസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു അപകടകരമായ ഒരു വർഗീയ വിദ്വേഷത്തിനും ഇതുപോലെ പ്രചരണത്തിനും ഭാഗമാകുന്നുണ്ട്. അതിനോട് ജാഗ്രത കേരള സമൂഹവും രാഷ്ട്രീയ പാർട്ടികളും പുലർത്തേണ്ടതാണ്. അത് അപകടകരമായിരിക്കും. അത് പുലർത്തിയില്ലെങ്കിൽ അതിനുവേണ്ടി ഏതെങ്കിലും തരത്തിൽ അത്തരം ഈ പ്രതികരണങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളോ ബന്ധപ്പെട്ട സംഘടന തീരുമാനിച്ചാൽ അത് നേരത്തെ വാർത്തകളുടെ കാര്യമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അസ്തമനത്തിലേക്കായിരിക്കും നയിക്കുക. കാരണം ഇതിനൊക്കെ പലതരത്തിൽ ഉദാഹരണത്തിന് കോൺഗ്രസിന് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വ്യാജപ്രചരണം, ആ രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാജപ്രചരണം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു വ്യാജപ്രചരണം, ഏതെങ്കിലും വിഷയം ബന്ധപ്പെട്ട് വ്യാജപ്രചരണം നടത്തിയാൽ അതിൻ്റെ ഗുണം BJP ആണ് ചെയ്യുന്നത്. അതിന് ഗുണം ഞങ്ങൾ CPM-ന് കിട്ടുമെന്നതിലേക്ക് അതിനെ പ്രചരിപ്പിക്കാൻ പോയാൽ അത് ഒട്ടും തന്നെ ഗുണമല്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള BJP-യുടെ വിമർശനം നമ്മുടെ CPM നേതാക്കളും അതേ വാക്കുകൾ ഉപയോഗിക്കുകയും അതേ സമയം എടുക്കുകയാണെങ്കിൽ മറുപടി പറയാം. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങൾ മറുപടി. പക്ഷേ അത് ഉപയോഗിക്കുന്ന ഭാഷയും ആ സമീപനവും വ്യത്യസ്തമായിരിക്കണം. കാര്യം ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷം. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. കാര്യം രാഹുൽ ഗാന്ധിയുടെ ഈ സമീപകാലത്ത് കേരളത്തിൽ നടന്ന പ്രചരണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വിമർശിക്കാൻ BJP-യുടെ അതേ വാക്കുകളും BJP-യുടെ അതേ സമീപനം പലപ്പോഴും സ്വീകരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസും അത് ഒരു വളരെ മോശപ്പെട്ട രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതിഫലനമാണ്. അത്